ഗിരീഷ് AD സംവിധാനം ചെയ്ത ഡോക്ടർ പോൾ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഡോക്ടർ പോൾ വർഗീസും കൃഷ്ണമൂർത്തിയും ചേർന്ന് നിർമ്മിച്ച 2024 ഇന്ത്യൻ മലയാളം ഭാഷയിലുള്ള ടെക്നോ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഐ ആം കാതലൻ. സഹനിർമ്മാണം ടിനു തോമസ്. സജിൻ ചെറുകയിലാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നസ്ലൈൻ കെ ഗഫൂർ, അനിഷ്മ അനിൽകുമാർ, ലിജോമോൾ ജോസ്, ദിലീഷ് പോത്തൻ, വിനീത് വാസുദേവ്, സജിൻ ചെറുകയിൽ, വിനീത് വിശ്വം, അർജുൻ കെ എന്നിവരാണ് ചിത്രത്തിലെ താരങ്ങൾ. അപ്പോൾ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ കണ്ടൻറ് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഐ ആം കാതലൻ എന്ന ചിത്രത്തിൽ സംവിധായകൻ ഗിരീഷ് AD തൻ്റെ നായകൻ്റെ യാത്രയുടെ ഡാർക്ക് വശങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഏജ് റെസ്ട്രിക്റ്റഡ് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സൈബർ ക്രൈം ത്രില്ലറിലേക്ക് ചുവടുവയ്ക്കുന്നു. സിനിമയുടെ പകുതിയിൽ മുഖ്യധാരയിലെ ഹാക്കർമാരുടെ സ്റ്റീരിയോടിപ്പിക്കൽ ഇമേജിന് പിന്നിലെ ഹ്യൂമർ ഫലപ്രദമായി പകർത്തുന്ന ഒരു രംഗവുമുണ്ട്. ഈ സീനിൽ ജിൽസ് അഥവാ കിരൺ ജോഷി അവതരിപ്പിക്കുന്ന ജിൽസ് എന്ന കഥാപാത്രം ഒരു ഹാക്കറുടെ അത്യാവശ്യ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൂഡി, ബർഗറുകളും കോളയും നിറച്ച ബാക്ക് പാക്കുകൾ, ടാറ്റൂകൾ, മോട്ടോർ സൈക്കിളുകൾ, ഇതെല്ലാം ഡ്രമാറ്റിക് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഹാക്കർ സ്റ്റീരിയോ ടൈപ്പുകളിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഐ ആം കാതലൻ സ്വയം പ്രഖ്യാപിക്കുന്നത്. ഇത് വിഷ്ണുവിനെ അഥവാ വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നസ്ലൻ വിഷ്ണുവിനെ ഒരു ചെറുപ്പക്കാരനായ വിനയാനിതനായ ഒരു മനുഷ്യനായി അവതരിപ്പിക്കുന്നു. അവൻ സാധാരണ ബ്രൂഡിംഗ് പ്രതിഭയിൽ നിന്ന് വളരെ അകലെയാണ്. അവനെ ബോയ് നെക്സ്റ്റ് ഡോറായി തൽക്ഷണം ബന്ധപ്പെടുത്തുന്നുണ്ട്. ഒതുക്കമുള്ള 110 മിനിറ്റ് റൺ ടൈമിൽ വലിയ ആഗ്രഹങ്ങളില്ലാത്ത ബാക്ക് പേപ്പറുകളുള്ള ഒരു ടെക് ബിരുദധാരിയായ വിഷ്ണുവിൻ്റെ ശാന്തമായ പോരാട്ടങ്ങളിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. മടിയുള്ള ഒരു യുവാവിൽ നിന്ന് മോറൽ പ്രിൻസിപ്പിൾസ് ഉള്ള ആളാക്കി മാറ്റുന്ന അവൻ്റെ മാറ്റത്തെ പിന്തുടരുന്നതാണ് കഥ. പ്രേമലു, തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ തുടങ്ങിയ ഗിരീഷ് ADയുടെ മുൻകാല ചിത്രങ്ങൾ യുവത്വവും ആകർഷകവുമായ എൻ്റർടൈനറുകളിൽ പ്രഗത്ഭനായ ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഐ ആം കാതലൻ തൻ്റെ പതിവ് ലഘുവായ സ്വരത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുകയും കൂടുതൽ പ്ലോട്ട് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. സംവിധായകൻ ഗിരീഷ്, നടൻ നസ്ലിനും തമ്മിലുള്ള ഈ നാലാമത്തെ ചിത്രം ഒരു സുപ്രധാന മാറ്റം കാണിക്കുന്നുണ്ട്. കാരണം ഹാക്കിങ്ങിൻ്റെ ലോകത്തേക്കുള്ള വിഷ്ണുവിൻ്റെ യാത്ര വികസിക്കുമ്പോൾ ഹ്യൂമർ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സിനിമയുടെ പ്ലോട്ട് തുടക്കത്തിൽ താളം കണ്ടെത്തുന്നതിന് സമയമെടുക്കുന്നു. എന്നാൽ ആദ്യത്തെ ഹാക്കിംഗ് സംഭവം നടക്കുന്നതിനാൽ കഥയ്ക്ക് ആക്കം കൂടുന്നുണ്ട്. താല്പര്യമില്ലാത്ത വിമുഖതയുള്ള ജോലി അന്വേഷിക്കുന്നയാളിൽ നിന്ന് പ്രതികാരദാഹിയായ ഹാക്കറിലേക്കുള്ള വിഷ്ണുവിൻ്റെ പരിണാമം, പക്വതയിലേക്കുള്ള അവൻ്റെ തിരിവ് അല്പം പെട്ടെന്നെത്തിയാലും അവൻ്റെ കഥാപാത്രത്തിൽ വേരൂന്നിയതായി തോന്നുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നസ്ലിൻ്റെ പ്രകടനം ആകർഷകമാണ്. അദ്ദേഹത്തിൻ്റെ പരിചിതമായ ശൈലിയും ഡയലോഗ് ഡെലിവറിയും മനോഹരവും, എന്നാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻ വേഷങ്ങളിൽ നിന്ന് വളരെ പരിചിതവും ഇവിടെ ആവർത്തിക്കുന്ന നിമിഷങ്ങളും ഉണ്ടാവാം. വിഷ്ണുവിൻ്റെ ഡാർക്ക് ഷെയ്ഡുകൾ നന്നായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് പ്രേക്ഷകർക്ക് നിരാശയും അവൻ കടക്കുന്ന ധാർമ്മിക അതിരുകളും കാണാൻ അനുവദിക്കുന്നു. സിനിമ അതിൻ്റെ സൈബർ ത്രില്ലർ ഘടകങ്ങളും ശ്രദ്ധാപൂർവം നെയ്തെടുക്കുന്നുണ്ട്. ഹാക്കിങ്ങിൻ്റെ അസംബന്ധ ചിത്രങ്ങളിലേക്ക് ഒരിക്കലും അതിറങ്ങുന്നില്ല. അത് ചിലപ്പോൾ സമാന സിനിമകളെ ഓർമ്മിപ്പിക്കും. ചിത്രീകരിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയും പ്രക്രിയകളും അടിസ്ഥാനപരവും നയപരവുമായി ലളിതവുമാണ്. സജിൻ ചെറുകയിൽ തിരക്കഥയെഴുതിയ ഈ ചിത്രം 1993 ന്യൂയോർക്കർ കാർട്ടൂണിൻ്റെ അടിക്കുറിപ്പോടെ ആരംഭിക്കുന്നു. ഓൺ ദ ഇന്റർനെറ്റ് നോബഡി നോസ് യു ആർ എ ഡോഗ്. ഓൺലൈൻ അജ്ഞാതത്വത്തിൻ്റെയും ഡിജിറ്റൽ ഐഡന്റിറ്റി ഗെയിമുകളുടെയും പര്യവേഷണത്തിന് കളമൊരുക്കുന്നു. മറഞ്ഞിരിക്കുന്ന ഐഡന്റിറ്റികളുടെ പരിമിതികളും ഹാക്കിങ്ങിൻ്റെ ദൂരവ്യാപകമായ ആഘാതവും പരീക്ഷിച്ചുകൊണ്ട് വിഷ്ണു ഇൻ്റർനെറ്റിൻ്റെ നാവിഗേറ്റ് ചെയ്യുന്നതിനാൽ ഈ തീം കഥയിൽ ഉടനീളം പ്രതിധ്വനിക്കുന്നുണ്ട്.
ഓൺലൈനിൽ സ്വയം മറയാനുള്ള അവൻ്റെ കഴിവ് യഥാർത്ഥ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട വ്യത്യസ്ത വ്യക്തിത്വങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. വ്യക്തിത്വം, ഉത്തരവാദിത്വം, ഒരാളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. അയാം കാതലൻ വെറുമൊരു ത്രില്ലർ മാത്രമല്ല, വ്യക്തിപരമായ വളർച്ചയെയും അതുവഴി വരുന്ന പോരാട്ടങ്ങളെയും കുറിച്ചുള്ള ഒരു സിനിമയാണ്. വിഷ്ണുവിൻ്റെ യാത്ര ചില കാര്യങ്ങളിൽ ഉപരിവിപ്ലവമായി തോന്നിയേക്കാം. അദ്ദേഹത്തിൻ്റെ വളർച്ച സ്വാഭാവികമായ പുരോഗതിയേക്കാൾ പെട്ടെന്നുള്ള സ്ട്രോക്കിലാണ്. ഹാക്കിങ്ങിൻ്റെ ധാർമ്മിക സങ്കീർണതകളിലേക്ക് ആഴത്തിലിറങ്ങാൻ സിനിമ ശ്രമിക്കുമ്പോൾ മനഃശാസ്ത്രപരമായ ടോൾ അല്ലെങ്കിൽ നൈതിക ധർമ്മസങ്കടങ്ങളുടെ ആഴത്തിലേക്കുള്ള മാറ്റത്തെ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വിഷ്ണുവിൻ്റെ സോഫ്റ്റ് സ്പോക്കൺ കാമുകി ശില്പയുടെ, അതായത് ശില്പ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അനിഷ്മ അനിൽകുമാർ ആണ്. ക്യാരക്ടർ വളരെ ബാലൻസ്ഡ് ആണ്. വിഷ്ണുവിൻ്റെ പോരായ്മകളുടെ പേരിൽ അപകീർത്തിപ്പെടുകയോ അവൻ്റെ യാത്രയ്ക്കുള്ള ഒരു താങ്ങായി രൂപപ്പെടുത്തുകയോ ചെയ്യുന്നതിന് പകരം അവൾക്ക് തന്നെ സ്വയം ഒരു ഏജൻസി ഇടുന്നു. അനിഷ്മയുടെ പ്രകടനം കുറച്ചു കാണിച്ചെങ്കിലും അത് നല്ല സ്ട്രോങ് ആയിരുന്നു. അവളുടെ നിരാശയും അവൻ്റെ ഭാവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവളുടെ ഉറച്ച നിലപാടും അറിയിക്കുന്നു. സിമിയായി ലിജോ മോൾ ജോസ് ഒരു എത്തിക്കൽ ഹാക്കറും അമ്മയുമാണ്. അവർ മിസ്റ്ററി ഹാക്കറെ കണ്ടെത്തുന്നത് മറ്റൊരു ഹൈലൈറ്റാണ്. അവളുടെ ചിത്രീകരണം പരമ്പരാഗത ഹാക്കർ ചിത്രീകരണങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ആവേശകരമായ പ്രവർത്തനങ്ങളുമായി വ്യത്യസ്തമായ ഒരു ലെവൽ ഹെഡഡ് ഉത്തരവാദിത്വ സാന്നിധ്യം ചേർക്കുന്നുണ്ട്. മാത്യു തോമസായി വിനീത് വാസുദേവൻ, അനീഷായി വിനീത് വിശ്വം, ജിൽസ് ആയി കിരൺ ജോഷി എന്നിവർ ഗൗരവമേറിയ പ്ലോട്ടിന് ഫലപ്രദമായി ഒരു ചെറിയ ടച്ച് നൽകുന്നുണ്ട്. ശരൺ വേലായുധൻ്റെ ഛായാഗ്രഹണവും ആകാശ് ജോസഫ് വർഗീസിൻ്റെ എഡിറ്റിംഗും പോലെ ചിത്രത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ കഥ പറച്ചിൽ മികച്ചതും ദൃശ്യപരമായി ആകർഷകവുമാണെന്ന് ഉറപ്പാക്കുന്നു. എന്നിരുന്നാലും സിദ്ധാർത്ഥ പ്രദീപിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, തകർപ്പൻ ഊർജ്ജസ്വലത എന്നിവയിൽ ഇടയ്ക്കിടെ കഥയുടെ ആസ്വാദനം വർദ്ധിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ അയാം കാതലൻ വളരെയധികം ബോർഡേഴ്സ് ഭേദിക്കാതെ ആക്സസ് ചെയ്യാവുന്നതും ആപേക്ഷികവുമായ ഒരു മുൻകരുതൽ കഥയായി തുടരുന്ന നല്ല വേഗതയുള്ള ഒരു സിനിമയാണ്. മലയാള സിനിമയിലെ സൈബർ ക്രൈം വിഭാഗത്തിന് സ്വാഗതാർഹമായ ഒരു കൂട്ടിച്ചേർക്കലാണ് ഈ ചിത്രം. പ്രത്യേകിച്ച് സ്റ്റീരിയോ ടൈപ്പുകളെ സമർത്ഥമായ ജബ്സിന് നോക്കൗട്ട് പഞ്ച് നഷ്ടപ്പെടുത്തിയെങ്കിലും അവിസ്മരണീയമാക്കിയേക്കാം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ മൂവി നല്ല ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി മൂവി, നമ്മൾ സ്ഥിരം കാണുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായ മൂവി ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നസ്ലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം നമുക്ക് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് തോന്നും. അപ്പോൾ സിനിമ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. See you all in my next video. Bye guys.